ഇന്ത്യൻ പൊളിറ്റിയിലെ മേക്കിംഗ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 കുറിച്ച് കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ നമുക്കറിയാം 1857 വിപ്ലവത്തിന് ശേഷം പാസ്സാക്കിയ ആക്ടാണ്. 58 നമുക്കറിയാം ക്വീൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷനൊക്കെ വന്നിരുന്നു. ഇന്ത്യ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ അണ്ടർ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ അബോളിഷ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ. തൊട്ട് മുമ്പത്തെ ആക്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ 58 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്, റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നൊക്കെ വലിയ പേരിട്ട് വിളിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തിൽ, അതിന് ഭരിക്കുന്നതിൽ ഒരൊറ്റ ഇന്ത്യക്കാരുടെ പോലും പ്രസൻസ് ഇല്ലായിരുന്നു. ഇന്ത്യക്കാരില്ലാതെ ഇന്ത്യക്കാരോട് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കുക? അതുകൊണ്ട് നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു, റെസ്പോൺസിബിൾ ടു ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, റെസ്പോൺസിബിൾ ടു ബ്രിട്ടീഷ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ്, അല്ലെങ്കിൽ ക്രൗൺ. അത്രേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി ഇന്ത്യക്കാരെ കൂടി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം, പേരിനെങ്കിലും. ഓക്കെ, അങ്ങനെ ഇന്ത്യക്കാരെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1861 ഈ പറയുന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ടിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. ആർക്കുണ്ട്? ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ ഇപ്പം 58 ആക്ട് പ്രകാരം ഗവർണർ ജനറലൊക്കെ പോയി ഇപ്പോൾ വൈസ്രോയ് വന്നിരിക്കുകയാണ്. അപ്പോൾ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുന്നു, അപ്പോൾ കൗൺസിലിന് കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി വരുന്ന കുറച്ച് ആക്ടുകളെ നമ്മൾ ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് വിളിക്കാൻ തന്നെ കാര്യം. അപ്പോൾ ഗവർണർ ജനറലിൻ്റെ കൗൺസിൽ എന്തിനാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്താൻ പോവുകയാണ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോം ചെയ്യണം. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്തിനാണ് ഫോം ചെയ്തത്? അതായത് ലോ മേക്കിംഗ് പ്രോസസ്സിൽ പേരിലെങ്കിലും കുറച്ച് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. കുറച്ച് പേർക്കെങ്കിലും, എനിക്കും ഡൗട്ട് തോന്നിയ കാര്യമാണ്. അപ്പോൾ 1853 ആക്ടിൽ നമുക്കൊരു ചാർട്ടർ ആക്ട് ഉണ്ട്. ആ ആക്ടിൽ ആക്ച്വലി ഒരു ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഇമ്പീരിയലും ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലും എന്താണ് വ്യത്യാസം? അവിടെ അതിനകത്ത് ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇല്ലായിരുന്നു. ഓർത്തിരിക്കുക, അത് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ തന്നെയായിരുന്നു, പക്ഷെ അതിനകത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് മെമ്പേഴ്സ് തന്നെയാണ്. ആ ഫങ്ഷൻസ് മാത്രം സെപ്പറേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇവിടെ ഒരു എക്സ്ട്രാ കൗൺസിൽ നമുക്ക് ഫോം ചെയ്യാനാണ് നമ്മൾ 61 ആക്ടിലൂടെ ശ്രമിച്ചത്. അല്ലെങ്കിൽ 61 ആക്ടിൽ ഒരു എക്സ്ട്രാ കൗൺസിൽ ഫോം ചെയ്തു. അത് മാത്രമല്ല, 33 ആക്ട് നമുക്ക് ഓർമ്മയുണ്ട്. 1833 ചാർട്ടർ ആക്ട് നമുക്ക് ഓർമ്മയുണ്ട്. എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ഡീസെൻട്രലൈസേഷൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ളൊരു ആക്ട് ആയിരുന്നു അത്. അതായത് ബോംബെയുടെ മദ്രാസിൻ്റെ ലെജിസ്ലേറ്റീവ് പവർ, അവരുടെ ലോ മേക്കിംഗ് പവർ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞ ഒരു ആക്റ്റാണ് 33 ചാർട്ടർ ആക്ട്. അപ്പോൾ ആക്ടുകൾ ഓരോന്നായിട്ട് മാറിപ്പോവില്ല. 33 ചാർട്ടർ ആക്ടിൽ എടുത്തു കളഞ്ഞു. ഇവിടെ അത് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ 1861 കൗൺസിൽ ആക്ടിൽ ഈ പറയുന്ന ബോംബെയുടെയും മദ്രാസിൻ്റെയും പിന്നെ മറ്റ് കുറച്ച് പ്രൊവിൻസുകൾക്കും കൂടി ലെജിസ്ലേറ്റീവ് പവർ കൊടുക്കുകയാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോം ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ ഏറ്റവും പീക്കിലെത്തിയ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയ സെൻട്രലൈസേഷൻ ആണ്. ഞാൻ മാറി പറഞ്ഞെന്ന് തോന്നുന്നു. അവിടെ ഏകദേശം ക്ലൈമാക്സിലെത്തിയ സെൻട്രലൈസേഷൻ ഇവിടെ ഡീസെൻട്രലൈസ് ചെയ്ത് തുടങ്ങപ്പെടുകയാണ്. അതായത് ആ അധികാരങ്ങൾ പതുക്കെ നമുക്ക് പ്രൊവിൻസുകൾക്ക് കൂടി വിഭജിച്ചു കൊടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ലെജിസ്ലേറ്റീവ് പവർ, ലോ മേക്കിംഗ് പവർ തിരിച്ചു കിട്ടുകയാണ്. അപ്പോൾ പ്രൊവിൻഷ്യൽ ലെവലിലായാലും ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആക്റ്റാണ് 61 ആക്ട്. 53 ആക്ട് മനസ്സിലായല്ലോ. അവിടെ ഒരു ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് വന്നത്. അതിനകത്ത് ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇല്ല, ബ്രിട്ടീഷുകാർ തന്നെയാണ്. ഇവിടെ വന്നത് ഒരു ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഒരു സെപ്പറേറ്റ് കൗൺസിൽ തന്നെ വരികയാണ്. അവിടെ നമ്മൾ അതിനെ മിനി പാർലമെന്റ് എന്ന് വിശേഷിപ്പിച്ചു. ഓക്കെ, ഓർത്തിരിക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തുകയാണ്. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുമെന്ന് പറയുമ്പോൾ വലിയ ആഡംബരമൊന്നുമില്ല. ഒരു ഇലക്ഷൻ നടത്തിയിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടൊന്നും അല്ല ഇന്ത്യക്കാരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. പ്രൊവിൻസുകളിലെ, അതായത് 3 രാജാക്കന്മാരെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. മഹാരാജ ഓഫ് ബനാറസ്,
പിന്നെ ദിനകർ റാവു, പിന്നെ മഹാരാജ ഓഫ് പട്ടിയാല. അങ്ങനെ 3 സ്ഥലത്തെ 3 രാജാക്കന്മാരെയാണ് ഉൾപ്പെടുത്തിയത്. അവർക്ക് വളരെ എലൈറ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ് അവർ. അവർക്ക് ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പറ്റിയോ ഒന്നും അത്ര അറിവില്ല. പിന്നെ നമ്മൾ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ വലിയ സംഭവം ഒന്നും കരുതരുത്. അവർക്ക് വലിയ വോയിസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. വൈസ്രോയ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യെസ് മൂളാൻ മാത്രമേ അവർക്ക് അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയും 3 പോയിന്റ്സ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം. പോർട്ട്ഫോളിയോ സിസ്റ്റം നമുക്കറിയാം, നമ്മളിന്നിപ്പോൾ കണ്ടിട്ടില്ല മന്ത്രിമാർക്ക് നമ്മൾ ഓരോരോ വകുപ്പുകൾ വിഭജിച്ച് കൊടുക്കുന്നത്. ആഭ്യന്തരം, പിന്നെ അതുപോലെ ഫിനാൻസ്, പിന്നെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെ ഓരോരോ മന്ത്രിമാർക്ക് നമ്മൾ ഓരോരോ വകുപ്പ് വിഭജിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ സിസ്റ്റത്തിൻ്റെ ഒരു നിയമസാധുത, അതായത് 1859 തന്നെ പോർട്ട്ഫോളിയോ സിസ്റ്റം നിലവിൽ വന്നു, ലോർഡ് കാനിങ്ങിൻ്റെ പീരീഡിൽ. അതിനൊരു നിയമത്തിൻ്റെ ഒരു ബാക്കപ്പ് കിട്ടുന്നത് 1861 കൗൺസിൽ ആക്ടിലൂടെയാണ് എന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഫീച്ചേഴ്സൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നു, ഇന്ത്യക്കാരെ കൂടെ ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. ഓക്കെ, ഓർത്തിരിക്കുക. ഗവർണർ ജനറലിൻ്റെ കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യാണ്. ഒരു ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓരോ കൗൺസിൽ മെമ്പറിനും ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിഭജിച്ചു കൊടുത്തു. അപ്പോൾ വൈസ്രോയ് ചോദിക്കുന്നത് ഓരോ സമയമാകുമ്പം ഓരോ വിഭാഗത്തിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയും. നമുക്കിപ്പോൾ അങ്ങനല്ലേ? ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എല്ലാം കൂടെ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ ബെറ്ററാണ് ഓരോരോ വകുപ്പ് തിരിച്ചിട്ട് ഓരോരുത്തരും ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഞാനത് പറഞ്ഞ പോയിന്റാണ്. ബോംബെക്കും മെഡ്രാസിനും അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് തിരിച്ചു കിട്ടി. 33 കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടതാണ്. അത് ഈ ഒരു ആക്ടിലൂടെ തിരിച്ചു കിട്ടുകയാണ്. ലെജിസ്ലേഷൻ ഇപ്പം നമുക്ക് ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ ഒപ്പ് വേണം. ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പ് വെച്ചാൽ അത് നിയമമാവുള്ളൂ. അതുപോലെ ഗവർണർ ജനറൽ, വൈസ്രോയ് ആണ് ഇവിടെ, നമുക്കിപ്പോൾ വൈസ്രോയ് ആണ്. അപ്പോൾ ആ വൈസ്രോയ് ഒപ്പിട്ടാൽ മാത്രമേ അത് നിയമമാവുള്ളൂ. പിന്നെ ഓർഡിനൻസ് എന്ന് പറയുന്നൊരു സംഗതി. ഈ ഓർഡിനൻസ് എന്താണെന്ന് അറിയാലോ. അതായത് ഇപ്പോൾ നമുക്ക് പാർലമെന്റ് അല്ലെങ്കിൽ നമ്മൾ നിയമസഭ ചേരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇപ്പോൾ കോവിഡ് പോലുള്ള സമയത്തൊക്കെ പാർലമെന്റ് ചേർന്നില്ല അല്ലെങ്കിൽ നിയമസഭ ചേർന്നില്ല. ആ സമയത്ത് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് വിഷയത്തിൽ ഗവർണറിന് അല്ലെങ്കിൽ പ്രസിഡന്റിന് ഓർഡിനൻസ് ഇറക്കാം. പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ ഇറക്കാം. പക്ഷെ അതിന് ഒരു പർട്ടിക്കുലർ കാലാവധിക്കുള്ളിൽ അതിന് പിന്നീട് പാർലമെന്റ് കൂടുമ്പോൾ അതിന് ഒപ്പുവെക്കണം. അതായത് അത് നിയമമാകണം, അല്ലെങ്കിൽ അത് പോവും. ഓക്കെ, അപ്പോൾ ഓർഡിനൻസ് പവർ എന്ന് പറയുന്നൊരു സാധനം ഗവർണർ ജനറലിന് കൊടുത്തത് ഈ ഒരു കൗൺസിൽ ആക്ടിലൂടെയാണ്. ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഞാൻ പറഞ്ഞു, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി. പക്ഷേ എലക്ഷൻസിൻ്റെ ബേസിലൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ വൈസ്രോയ്ക്ക് പുള്ളിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, വളരെ എലൈറ്റ് ക്ലാസ്സിൽ നിന്നുള്ള ആൾക്കാരെയാണ് പുള്ളി ഇവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉൾപ്പെടുത്തിയത്. റെപ്രസെൻറ്റേഷനൊക്കെ വളരെ കുറവാണ്. നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ആളാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ, നമ്മൾ പറഞ്ഞു സെൻട്രലൈസേഷൻ്റെ അങ്ങേയറ്റം പറ്റി നിൽക്കുമായിരുന്നു. പതുക്കെ അതിനെ ഡീസെൻട്രലൈസ് ചെയ്ത് തുടങ്ങിയ ഒരു ആക്റ്റാണ് 61 കൗൺസിൽ ആക്ട്. കൗൺസിലിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നു, അതുകൊണ്ടാണ് കൗൺസിൽ ആക്ട്. നേരത്തെ ചാർട്ടർ ആക്ട് എന്ന് പറഞ്ഞിട്ട് അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാർട്ടറിനെ സംബന്ധിച്ച് വരുന്ന നിയമങ്ങളായിരുന്നു. അപ്പോൾ ഓരോ പേര് വെച്ചിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ, നമ്മൾ പേരിനാണ് വന്ന് എന്ന് പറയുന്നെങ്കിൽ പോലും പിന്നീട് അത് വലിയ ചേഞ്ചസിന് കാരണമായ ഒരു ആക്ട് ആണെന്ന് പറയാം. പിന്നീട് ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ കൂടുന്നു, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ, ജനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ അനുസരിച്ച് വരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. അതുകൊണ്ട് ഭാവിയിലുള്ള ബാക്കി കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനൊക്കെ ഒരു അടിത്തറ പാകിയ ഒരു നിയമമാണ് ഈ കൗൺസിൽ ആക്ട് എന്ന് നമുക്ക് പറയാം. ലോർഡ് കാനിങ് ആണ് ഈ സമയത്ത് വൈസ്രോയ്. 57 കലാപം നടക്കുമ്പോഴും പുള്ളി തന്നെയായിരുന്നു. അന്ന് ഗവർണർ ജനറലാണ്. പിന്നീട് 58 ആക്ടിന് ശേഷം വൈസ്രോയ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് വോയിസ് ഇല്ല. ഞാൻ പറഞ്ഞു, അവരാരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരാണ് ഈ രാജാക്കന്മാർ. അവരിങ്ങനെ പട്ടുമത്തൽ കിടന്നുറങ്ങുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവർക്ക് വൈസ്രോയ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. ഒരു കാര്യം നേരെ പറയാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം
ഇതിനെപ്പറ്റി സംസാരിക്കാനൊന്നും അറിയില്ല. വൈസ്രോയ് എന്ത് പറയുന്നു, കനകവള്ളിക്ക് സമ്മതിക്കുന്നു, ഒപ്പിടുന്നു, പോകുന്നു. അത് ഈ പറഞ്ഞ മെമ്പേഴ്സിനൊന്നും ഗവൺമെന്റിനോട് വളരെ ഫ്രീ ആയിട്ട് ചോദ്യം ചെയ്യലൊന്നും നടന്നിരുന്നില്ല. ഡെമോക്രാറ്റിക് റെപ്രസെന്റേഷൻ അല്ലല്ലോ ഇത്, ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരല്ല. ഓക്കെ, അപ്പം അതൊക്കെ ഈ ഒരു ആക്ടിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോമാണ് ഈ ആക്ട്. ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ, ഈ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കൗൺസിൽ ആക്ട് ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിന് തുടക്കം കുറിച്ച ഒരു ആക്ടാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നല്ല. അപ്പോൾ 61 കൗൺസിൽ ആക്ടിനെ പറ്റിയിട്ട് കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഞാനും ഒരു PSC ആസ്പിറൻ്റ് ആണ്. പിന്നെ എനിക്ക് പഠിപ്പിക്കാനും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് കൂട്ടത്തിൽ അതും കൂടെ ചെയ്തു പോകുന്നതേ ഉള്ളൂ. ഒരുപാട് പോരായ്മകൾ കാണും. നിങ്ങൾ കണ്ടിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയുക, നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.